യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഈ അറസ്റ്റിന് പിന്നാലെ നടത്തിയ പ്രതികരണം പരിശോധിക്കാം. പ്രതികരണത്തിലേക്ക്. സർക്കാരിന് ഇഷ്ടമില്ലാത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യുക, സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ഏത് പരാതി ലഭിച്ചാലും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 17-ാം തീയതി നിയമസഭ ചേരാനിരിക്കുകയാണ്. നിയമസഭ ചേരാൻ പോകുന്ന സമയത്ത് നിയമസഭയിൽ ഒരു MLA സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല, സർക്കാരിനെ വിമർശിക്കുന്ന MLA ഉണ്ടാകാൻ പാടില്ല എന്ന താല്പര്യം കൂടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്ന ന്യായമായും സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ്. പ്രതിഷേധ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന നേരത്തെ തന്നെ പിണറായി സർക്കാർ സ്വീകരിച്ച ഒരു സമീപനത്തിന് തുടർച്ചയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ അഭയമില്ലാതെ DMK എന്നൊരു സംഘടന, അതിപ്പോഴും പൊളിറ്റിക്കൽ അഫിലിയേറ്റഡ് പാർട്ടി ആയിട്ടില്ല, ഒരു സംഘടനയുമായി തന്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടേക്കാണെന്ന് ചികഞ്ഞു നോക്കുന്ന സമയത്ത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം കൈവന്ന ഒരു ഭാഗ്യമെന്നോണം വേണമെങ്കിൽ ഈ അറസ്റ്റിനെ നിലവിൽ ഈ നേതാക്കളുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാം. കാരണം PV അൻവർ MLA അറസ്റ്റിലായതിന് പിന്നാലെ സർക്കാരിൻ്റെ, പോലീസിൻ്റെ, ആഭ്യന്തര വകുപ്പിൻ്റെ സമീപനത്തിനെതിരെ, ഇരട്ടത്താപ്പിനെതിരെ, ഏകപക്ഷീയമായ നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. ചെറിയ ഭിന്നത ഈ കോൺഗ്രസിന് അൻവറിനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഉണ്ടെങ്കിലും പ്രകടമായി തന്നെ അതും വലിയ രീതിയിൽ എതിർപ്പില്ലെങ്കിലും അതുകൊണ്ട് തന്നെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രീയ പ്രവേശം UDF-ലേക്കുള്ളത് അതിന് വഴിവെട്ടുന്നതായിരിക്കും ഈ അറസ്റ്റ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്ന മണിക്കൂർ കൂടിയാണിത്. നമ്മൾക്കറിയുന്നത് പോലെ ഒരു ചേലനായ്ക്കൽ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ കാട്ടാനാക്രമിച്ചു കൊന്ന് കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടതിന് പിന്നാലെ സ്വാഭാവികമായി നമ്മൾ ഇടുക്കിയിലൊക്കെ കണ്ട പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ജനകീയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകാതെ ആശുപത്രി പരിസരങ്ങൾ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. വനം വകുപ്പിനെതിരെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് DF ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് PV അൻവർ MLA ആയിരുന്നു. പിന്നീട് ആ മാർച്ച് അക്രമാസക്തമാകുന്നു. അപ്പോഴും ഈ പ്രതിഷേധക്കാരോടൊപ്പം കൂട്ടുപൊളിക്കുന്നതിലടക്കം MLA ഉണ്ടായിട്ടില്ല. പക്ഷേ നിയമപ്രകാരം ഈ ഉദ്ഘാടനം ചെയ്ത ആൾക്കെതിരെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്താനും അതിൽ അസ്വാഭാവികതകളില്ല. പക്ഷേ അസ്വാഭാവികത എവിടെയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കേസെടുത്ത സംഭവത്തിൽ ആ സമയങ്ങളെല്ലാം നിലമ്പൂർ അങ്ങാടിയിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന MLA അറസ്റ്റ് ചെയ്യാനോ വിളിപ്പിക്കാനോ തയ്യാറാകാതെ രാത്രി വൈകി വീട് വളഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പോലീസ് സന്നാഹങ്ങളുമായി എത്തി അറസ്റ്റ് ചെയ്തത് അതിലൊരു അസ്വാഭാവികത ഉണ്ടെന്ന ആരോപണമാണ് PV അൻവർ MLA തുടക്കം മുതൽ ഉയർത്തിയിരുന്നു. തന്നെ ഗുണ്ടകളെ പിടിക്കുന്നത് പോലെ, കൊലക്കേസ് പ്രതികളെ പിടിക്കുന്നത് പോലെ പിണറായി പോലീസ് പിടിക്കുന്നു എന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ച് PV അൻവർ MLA തൻ്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയാണെന്ന് പറഞ്ഞു വെച്ച് സർക്കാരിനെതിരെ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് ആ അറസ്റ്റിന് പല വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഒടുക്കം ഇതാ വനനിയമ ഭേദഗതിക്കെതിരെയുള്ള തൻ്റെ പോരാട്ടങ്ങളുടെ ഭാഗമായാണ് താൻ അറസ്റ്റ് കൈവരിച്ചെന്ന് റിമാൻഡിങ്ങിന് 7 മിനിറ്റിന് പിന്നാലെ ഫേസ്ബുക്കിൽ പോസ്റ്റുമിട്ട് തൻ്റെ അറസ്റ്റിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ആ അറസ്റ്റിനെ അങ്ങേറ്റം പൊളിറ്റിക്കൽ മൈലേജ് ആക്കാനുള്ള ശ്രമം കൂടി PV അൻവർ MLA നടത്തുന്നെന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഇപ്പോൾ വിപിൻ സി വിജയൻ നമ്മോടൊപ്പം ചെയ്തു. വിപിൻ സി വിജയൻ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇണഞ്ഞു നിന്നത് മുതൽ പല കേസുകളാണ് PV അൻവർ MLA സംബന്ധിച്ചുണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ് ഈ PV അൻവർ MLA ഈ അനധികൃത തടയണ അടക്കം പൊളിക്കുന്ന നടപടികളിലേക്ക് ഒരു സമയത്ത് സുരക്ഷിതമായി കവചമൊരുക്കി കൊടുത്ത ഇടത് സർക്കാർ അത് പൊളിക്കുന്ന നടപടിയിലേക്ക് കടന്ന് നമ്മൾ കണ്ടതാണ്. ഫോൺ ചോർത്തലിന് കേസെടുത്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അനവധി കേസുകൾ എടുത്ത സമയത്തൊക്കെ ഇതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യം എന്ന് വിലയിരുത്താവുന്ന SAG ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കേസെടുത്ത ഘട്ടത്തിലടക്കം അറസ്റ്റിലേക്ക് നീങ്ങിയിരുന്നില്ല. കാരണം അവിടെ സർക്കാർ ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമായി എന്തുകൊണ്ട് എടുത്തു എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം സ്വാഭാവികമായിട്ട് പ്രതിഷേധത്തിൽ PDPP ആക്ടൊക്കെ ചുമത്തപ്പെടാത്ത രാഷ്ട്രീയ പ്രതിനിധികളോ ജനപ്രതിനിധികളോ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. അത്തരത്തിൽ ഇങ്ങനെ ഒരു ആക്ടിന്റെ പുറത്ത് രാത്രി വൈകൽ അറസ്റ്റും നാടകവും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിമർശനത്തിന് വഴിവെക്കുകയും PV അൻവർ MLA സംബന്ധിച്ചിടത്തോളം ഒരു മൈലേജ് ആവുകയും ചെയ്യുന്നതല്ലേ വിപിൻ? അതെ, ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടത്. കാരണം ഇതിനേക്കാൾ വലിയ കേസുകൾ വന്നപ്പോഴൊക്കെ നിശബ്ദമായിരുന്ന ഇതേ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് എത്തുന്നു. വലിയ ഒരു പോലീസ് വളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം 4-5 ബസ്സുകൾ പോലീസുകാർ അവിടെ വരികയും മറ്റാരെയും തന്നെ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെയൊക്കെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നീട് വൈദ്യപരിശോധന, പിന്നീട് അപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കൽ, ഒപ്പം തന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് ആണ് പോയത്. അവിടെ നിന്ന് ഇപ്പോൾ റിമാൻഡിലായി ജയിലിലേക്കും പോവുകയാണ്. എല്ലാം
വളരെ പെട്ടെന്ന് തന്നെ എല്ലാം തീരുമാനിച്ചതുപോലെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ മുൻകൂട്ടി ഉണ്ടായ ഒരു തിരക്കഥ എന്നുള്ളതാണ് പി വി അൻവർ ആരോപിക്കുന്നത്. കാരണം ചുമത്തിയ വകുപ്പുകളൊക്കെ തന്നെ ജാമ്യം ലഭിക്കില്ല എന്ന ഉറപ്പ് ഉള്ള വകുപ്പുകളാണ്. ആ രീതിയിലേക്കുള്ള വകുപ്പുകൾ ചുമത്തിയത് എം.ആർ. അജിത്കുമാറും മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് അറിഞ്ഞതുകൊണ്ടാണ്. അതിന്റെ രാഷ്ട്രീയമായി തന്നെ അത് മുകളിൽ തട്ടിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഈ പാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി പലതവണ പൊളിക്കാൻ പറഞ്ഞപ്പോഴും അത് പൊളിക്കാതിരുന്നതാണ്. അന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിരുന്ന ഒരാളാണ് പി വി അൻവർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം അത് കടന്നൽ രാജ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു നിശ്ചിത വിമർശനം, അത് കോൺഗ്രസിനെ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ മറ്റാളുകളെ ആയിക്കൊള്ളട്ടെ, അതൊക്കെ തന്നെ നിശ്ചിത വിമർശനം ഒക്കെ നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ അതേ ആളുകൾ ഒക്കെ തന്നെയാണ് വളരെ പെട്ടെന്ന് നിശബ്ദമാവുകയും അല്ലെങ്കിൽ എതിർചേരിയിലേക്ക് ആവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ച് അപ്പോൾ അതിനുശേഷം താൻ ജനങ്ങൾക്കൊപ്പം എന്നുള്ളതായിരുന്നു എപ്പോഴും പി വി അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ ജനകീയ യാത്ര അത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടത്തുന്നത്. ഒരു വന നിയമ ഭേദഗതിക്കെതിരെ ആണെങ്കിൽ പോലും അത് ജനകീയ യാത്ര എന്നാണ് അതിന് പേരിട്ടിരുന്നത്. അപ്പോൾ ആ യാത്ര നടത്തുന്നതിന്റെ അതിന്റെ ഏറ്റവും എൻഡിലേക്ക് എത്തിയ ഒരു ഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റ്, അതായത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നു, ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ കേസിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നു. പലപ്പോഴും ഒരു വിട്ടുവീഴ്ച എന്നൊക്കെയാണല്ലോ നമ്മൾക്കതിനെ വിശേഷിപ്പിക്കാനൊക്കെ സാധിക്കുക. കാരണം മറ്റാർക്കും ഇല്ലാത്ത ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ കിട്ടുന്നത് നമ്മൾ എത്രയോ തവണ കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ കേസെടുക്കുന്നു, ഇവർ ഒളിവിലാണ് എന്നൊക്കെ പറയുമ്പോഴും പൊതുവേദികളിൽ എത്തിയിരിക്കുന്ന എത്ര നേതാക്കളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വിട്ടുവീഴ്ച ഈ കേസിൽ വേണ്ട എന്ന ഒരു സർക്കാർ തീരുമാനമുണ്ടാകുന്നു. ബാക്കിയെല്ലാം തന്നെ അതിന്റെ മുറ പോലെ നടക്കുന്നു. കാരണം വിട്ടുവീഴ്ചകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന സാധാരണ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നതെല്ലാം. കാരണം വരുന്നു, അറസ്റ്റ് ചെയ്തു, അത് ഇപ്പോൾ തന്നെ വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു, അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കുന്നു. ഇതൊക്കെ മറ്റൊരു തരത്തിലും ഒരു ആളും സംരക്ഷിക്കാനില്ലാത്ത ഒരു ആൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അതിവേഗമായിട്ടുള്ള നടപടികളാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഒരു MLA-യുടെ വീട്ടിൽ ഈ രീതിക്ക് ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ഈ രീതിയിൽ ഒരു ട്രീറ്റ് ചെയ്ത അത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം വരും ദിവസങ്ങളിലും ഉയർന്നു കേൾക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുണ്ടാവുമ്പോൾ നമ്മൾ മറ്റ് ദേശങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഈ രീതിക്കുള്ള ഒരു കൈകാര്യം ചെയ്യലായിരുന്നില്ല എന്നുള്ളത് UDF നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒരു വസ്തുത ഇല്ല എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അത് ഇതുകൊണ്ടുകൂടിയാണ്. കാരണം ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്ത് അതിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനോട് ഒരു ധിക്കാരപൂർവമായ ഒരു മറുപടിയൊക്കെ ആണെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് ആദ്യം തന്നെ വെക്കുന്നു. അത് ചോദിക്കുമ്പോൾ അത് നിയമത്തിന്റെ വഴിക്ക് അങ്ങനെ പോകും എന്നുള്ളത് പറയുകയും ഇതും അത്ര മാത്രമേ അതിൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇവിടുത്തെ ജില്ലാ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ നിശിതമായി ഈ വർഗീയതയുടെ പേരിലൊക്കെ വിമർശിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പി വി അൻവർ. ഇപ്പോൾ ജില്ലാ സമ്മേളനം ഇതാ മലപ്പുറത്തെ സംബന്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും സ്വതന്ത്രരെയൊക്കെ പരീക്ഷിക്കുമെന്നുള്ളതാണ് ആ CPM-ന്റെ രേഖയിൽ തന്നെ റിപ്പോർട്ടിലും ഒക്കെ പറയുന്നത്. പലപ്പോഴും ഇവിടത്തേക്ക് നേതാക്കളോട് ചോദിക്കൊണ്ട് ഈ സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്നത് ഇനി നിർത്തുമോ എന്ന്, അപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് 1987 മുതൽ 2011 വരെ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തകയായിരുന്ന സീറ്റായിരുന്നു, അത് UDF-ന്റെ കുത്തകയായിരുന്ന നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്ത പി വി അൻവറെ അങ്ങനെ എഴുതിത്തള്ളാനാകുന്ന ഒരു പ്രതിഭാസമല്ല. ഒരു പാൻ കേരള അപ്പീൽ ഇല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് UDF-ന് സ്വാഭാവികമായും പി വി അൻവറിന്റെ പ്രവേശം അത് തങ്ങളുടെ കുത്തക സീറ്റ് തിരിച്ചു പിടിക്കുന്നതിനടക്കം ഉപയോഗപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിലൂടെ UDF പ്രവേശം ഉണ്ടായാൽ അത് UDF-നും പി വി അൻവറിലേക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഒരു കാര്യം കൂടിയായിരിക്കില്ലേ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ? അതെ, നിലമ്പൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ പി വി അൻവറിന്റെ ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം വോട്ടാക്കി മാറ്റാമെന്നുള്ള ഒരു പ്രതീക്ഷ UDF-നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചില പടലപ്പിണക്കങ്ങൾക്ക് അത് കാരണമാകുമെന്നൊരു വിലയിരുത്തൽ വന്നതോടുകൂടിയാണ് നിലമ്പൂർ സീറ്റ് എന്നുള്ളതിൽ ചർച്ച വഴിമുട്ടിയത്. അപ്പോൾ വീണ്ടും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നു. ഒരു വലിയ ഒരു സോഫ്റ്റ് കോർണർ നിലമ്പൂർ മേഖലയിൽ ഇനി പി വി അൻവറിന് ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെ.
തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന് പൊതുവിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അറസ്റ്റ് വരിക്കേണ്ട ഒരാളായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്ര ഒരു ഭീകരത എന്തിനു സൃഷ്ടിച്ചു എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. അത് PV അൻവറിന് അനുകൂലമായി വരും. അത് അദ്ദേഹം രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും വരും മണിക്കൂറിൽ തന്നെ അറിയേണ്ടി വരും. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു, അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചിരിക്കുന്നു. ഇത് കൃത്യമായിട്ടുള്ളൊരു സൂചനയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് പ്രതീക്ഷിച്ചതാണ് എന്ന് പറയുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു CPM-ഉം ഇടതുപക്ഷവുമായിട്ടുള്ള ഒരു പടലപ്പിണക്കത്തിന് ശേഷം ഒരു നാലാമത്തെയൊക്കെ ഒരു വാർത്താ സമ്മേളനത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു, നാളെ എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കാണണം, ഞാനത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാകാം, അങ്ങനെയാണ് അതിന്റെ രീതി എന്നൊക്കെ PV അൻവർ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു 5 മാസങ്ങൾക്ക് ശേഷം സമാനമായി നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വിലയിരുത്തൽ കൃത്യമാണ് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഒരു രാത്രി ഇത്രയേറെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അതേ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇനി നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ പക്ഷേ കോൺഗ്രസിലെ ചില പടലപ്പിണക്കങ്ങൾ കൊണ്ട് മാത്രം ആ സീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വഴിമുട്ടിയിരുന്നു. അത് വീണ്ടും സജീവമാകുമോ എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്നുള്ളത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് മറ്റൊരാളെ അവിടെ കണ്ടെത്തുക എന്നുള്ളത് അത് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം PV അൻവറിനെ കൊണ്ടുവരുമ്പോൾ PV അൻവർ ഒരു വിജയം എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തിയിരുന്നത്. 2016 സീറ്റ് പെട്ടെന്നുള്ളതായിരുന്നു എന്നെങ്കിൽ 2021 അത് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ ഇമ്പാക്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലൊക്കെ തിരികെ വരാൻ